ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ആൾക്കാർ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യില്ല, ഡേ ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി വെക്കും, പക്ഷെ എല്ലാം ഫ്ലോപ്പായി പോകും. അപ്പം ഇതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ചില സമയത്ത് ഓർമ്മ ഉണ്ടാകാറ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമായിരുന്നു. പിന്നെ കുറേ ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരാനുള്ളത്. ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. അപ്പം ഇവിടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവൾ ചെയ്യുന്ന ഓരോ ഡെയിലി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല, നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഞാൻ രാവിലെ എണീച്ചപാട് അവളെ എണീക്കാനായിട്ടില്ല, അവളവിടെ കിടന്നോളും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അവളെ തുണി ഇറക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിടും, അപ്പോൾ അവളെ തുണി സെപ്പറേറ്റ് അലക്കണം. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം. കാരണം കുറച്ച് ദൂരമാണ്, അപ്പോൾ അവൾ എണീറ്റാൽ ഓടേണ്ടി വരും. അപ്പോൾ അത് എണീക്കുന്നതിന് മുമ്പ് അത് ചെയ്ത് തീർക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അവൾ അറിഞ്ഞാൽ പെട്ടെന്ന് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകും. പിന്നെ ബാക്കി മിറ്റടിക്കൽ കാര്യങ്ങളും കുറച്ച് ആൾ എണീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് അതിന് മുമ്പ് എനിക്ക് പല്ല് തേക്കണം, എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ താഴെ പോകുന്നത്. ഞാൻ 6:30 അങ്ങനെ ആകുമ്പം അലറാൻ വെക്കും. ചിലപ്പോൾ 6:30 എണീക്കും, അല്ലെങ്കിൽ 6:45 7 മണി, മാക്സിമം 7 മണി. അങ്ങനെയാണ് എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇവൾ എണീറ്റാൽ ഇവളെ പിന്നെ ഉറക്കിയിട്ട് വേണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ട് കറക്റ്റ് ടൈമിങ്ങൊന്നും ഇല്ല. പക്ഷെ എൻ്റെ അലർം 6:30ക്കാണ്. അപ്പോൾ ഇപ്പം ഞാൻ വേഗം പല്ല് തേക്കലും മുഖം കഴുകലും പിന്നെ മുടിയെല്ലാം ഒന്ന് കെട്ടി ഒതുക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണിക്കാം. നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ലൈറ്റ് കണ്ടുകൊണ്ട് ഇത് തുറന്ന് വെച്ചാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്താ പറയുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ എന്തായാലും ഓൺ ചെയ്ത് വെക്കണം. ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ സൗണ്ട് മുകളിൽ ഒരുമാതിരി ഇരിക്കുന്നുണ്ടാവും, രാവിലെ എണീറ്റതിൻ്റെയാണ്. പിന്നെ സൗണ്ട് ലേശം കുറവായിരിക്കും, ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല, അവൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുടിയെല്ലാം കിട്ടുന്നത്. അല്ലെങ്കിൽ ചില ഞാൻ മുടിയൊന്നും കിട്ടുന്നില്ല, ഞാൻ അങ്ങനെ എണീറ്റ് വരുന്നുണ്ടാവും. കാലം വേഗം പല്ല് തേച്ചിട്ട് ചിലപ്പോൾ ലേറ്റ് ആവും എണീക്കാൻ. അപ്പോൾ ഞാൻ വേഗം പല്ല് മാത്രം തേച്ച് മുകളിൽ കഴുകി അവിടെ തുണി എടുത്തിട്ട് ഓടും, കുറേ ലേറ്റായാലും. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മുടിയെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് മുടിയെല്ലാം കിട്ടാൻ വിചാരിച്ചു. ഇപ്പം നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം വലിയ ബുദ്ധിമുട്ടില്ലാതെ മാറിക്കോളും. അലക്കാൻ നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളത്തിലേക്ക് കൈ വെക്കാൻ പറ്റില്ല നല്ല തണുപ്പായിട്ട്. ഞാൻ പക്ഷേ രാവിലെ തന്നെ അലക്കും, അതാകുമ്പോൾ എനിക്ക് സൗകര്യം. അതാകുമ്പോൾ അലക്കൽ കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, പകുതി ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യും. ഞാൻ മുടി കുറച്ചു, ഞാൻ തന്നെ കുറച്ചാണ് കേട്ടോ, കൃത്യമായിട്ടാണ്. നല്ല വൃത്തിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആ ഡെലിവറി ടൈമിൽ ഞാൻ മുറിച്ചാണ് മുടി. അതിന് ശേഷം മുടിയൊന്നും മുറിച്ചിട്ടുണ്ടായില്ല. പിന്നെ എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ മാത്രം. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ബെൻഡായി. മുകളിൽ നമ്മളെ പഴയ മുടി ഇങ്ങനെ വളർന്ന് താഴെ ഒരുമാതിരി വൃത്തിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തു. കുറേ നാളായി പാർലറിലെല്ലാം പോയി കട്ട് ചെയ്തിട്ട്. ഇനിയിപ്പോൾ പോകണം. അപ്പോൾ പല്ല് തേക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ പണികളെല്ലാം ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. തരാ അപ്പം എൻ്റെ അലക്കലെല്ലാം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നോന്നു, പക്ഷേ ഇവിടെ വന്നോന്നല്ല, അവളെ എണീറ്റോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്.
ചെറുതായിട്ട് എണീച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. പാലൊക്കെ കുടിച്ചു, പിന്നെ ഉറങ്ങി. ഇപ്പം തണുപ്പല്ലേ, അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. ഈ ഉറക്കേ ഉള്ളൂ, ഈ ഉറങ്ങിയതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉറങ്ങുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങും. പക്ഷെ ഞാനും കൂടെ ഒന്നിച്ച് കിടക്കണം, എന്നാലേ ഉറങ്ങുള്ളൂ. അല്ലാണ്ട് ഓടായിട്ട് ഇങ്ങനെ ഒറ്റക്കൊന്നും കിടക്കില്ല. പിന്നെ രാത്രിയിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും എണീക്കും. അവൾ ഉറങ്ങും, പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സൗണ്ടാക്കി എണീക്കും. നമ്മൾ ഉറക്കവും. അതാണ് സ്ഥിരം പരിപാടി. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല, കരയുന്നോ അങ്ങനെയൊന്നുമില്ല, ഉറങ്ങുന്നുണ്ട്. പിന്നെന്താ, ഇപ്പം സമയം 8 മണി ആവാനായി തോന്നുന്നു. നോക്കട്ടെ, ഇവിടെ നല്ല ഉറക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ മെല്ലെ എണീപ്പിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ കൂട്ടി താഴെ പോയിട്ട് അവളവിടെ കിടത്തിയിട്ടാണ് ഞാൻ ചായ കുടിക്കാറുള്ളത്. പിന്നെ അമ്മയുണ്ട്, അല്ലെങ്കിൽ അമ്മ എടുക്കും. അപ്പം അങ്ങനെ നമുക്ക് ബാക്കി നോക്കാം. അപ്പം ഞാൻ ചായ കുടിച്ചു. ഞാൻ ബാൽക്കണി വല്ലപ്പോഴും ഇപ്പം തുറക്കാറുള്ളൂ, കാരണം എനിക്ക് സമയം കിട്ടാറില്ല. ഇതിൽ പുറത്തിരിക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തിരിക്കാനുള്ളൊരു ഇത് കിട്ടാറില്ല. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞാൻ ഇടയ്ക്കൊക്കെ അവളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് അത് ശീലാക്കിയിട്ടുണ്ട്. വീണ്ടും മുമ്പെല്ലാം ഇരിക്കലുണ്ട്, എന്താ പറയുക, ഇപ്പോൾ ഒന്ന് ശീലാക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടോ ചായ എടുത്തിട്ട് വന്നിട്ടിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെയാണ്. ചായ ലേശം തണ്ണി പോയി. ഞങ്ങൾക്ക് ചായ കുടിക്കുമ്പോൾ നല്ല ചൂട് വേണം. ചായ ഊതി കുടിക്കണം, അപ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ്. പിന്നെന്താണ്, അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഈ വർഷം മുതൽ കറക്റ്റ് എന്താ പറയുക മുമ്പത്തെ പോലെ ടൈമിങ് ഇങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ചെയ്യണമെന്ന്. ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒരു ദിവസം പോകുന്നതേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റാത്തതല്ല, എടുക്കാൻ പറ്റും, പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റ്. പക്ഷെ ഞാൻ മാക്സിമം നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനോട് ഇങ്ങനെ ഇപ്പോൾ കുറച്ചൊരു ആത്മാർത്ഥത വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഞാനൊരു എന്താ പറയുക എൻ്റെ ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു യൂട്യൂബ്. വരുമാനം ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തിലൊന്നും തുടങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വ്യൂസും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കുറവായതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല. കാരണം ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴുള്ളവരിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതിലൂടെ കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ചെയ്യുന്നതാണ് വീഡിയോ. അതുകൊണ്ട് ഞാനിങ്ങനെ അതിനു വേണ്ടി ഭയങ്കര ഒരു ഹാർഡ് വർക്ക് എടുക്കലൊന്നുമില്ല. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രിപ്പയറൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ഞാൻ പിന്നെ ഹാർഡ് വർക്കൊന്നും ചെയ്യാറില്ല. അതുപോലെ ഒരു ഇതിലേക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളത്. ചായ തണിഞ്ഞ് പച്ചവെള്ളം പോലെ. അപ്പോൾ ശരി, ഞാൻ അവളെ എണീക്കുന്നോ നോക്കട്ടെ, അതെനിക്ക് കാണാം കേട്ടോ. ഞാൻ ഒരാളെ കാണിച്ചു തരാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാണ്, ഭയങ്കര സ്നേഹമാണ് എന്നോട്. നോക്കാട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചക്കരി. ഒന്നാണ് ഇതെന്താന്ന് കരയുന്ന? സ്വപ്നം കണ്ടിനാ നീ? സങ്കടമല്ല, സ്വപ്നം കണ്ടിനാ? കണ്ണിന്ന് വെള്ളം വീഴുന്നുണ്ടല്ലോ. ഹായ് ഹായ്. രാവിലെ തന്നെ ക്യാമറ ലൈറ്റ് അല്ലേ? ഇതെന്നാണ് രാവിലെ തന്നെ ക്യാമറ ലൈറ്റ് വന്നിട്ട്? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്.
വന്നേ എണീച്ചേ. അയ്യോ വന്നേ വാ. വാ എണീച്ചേ. അങ്ങനെ ഹലോ ലാലിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആ ഗുഡ് മോർണിംഗ്. നമുക്ക് പാപ്പം കുച്ചാം. പാപ്പ കുച്ചിട്ട് കാണാം. സാധാരണ ഞാൻ ഇവക്ക് മേത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ കിടത്തിയിട്ടാണ് കുറുക്ക് കൊടുക്കാറുള്ളത്. ഇന്നിപ്പം വീഡിയോ എടുക്കുന്ന കാരണം നമ്മൾ പൊപ്പാച്ചിയൊന്നും അയച്ചിട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ഞാൻ കുറുക്ക് കൊടുക്കുന്ന കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ തേക്കാം അല്ലേ? അത് തന്നെ. നമുക്ക് നാണക്കെടാവൂലേ? ഇനിയിപ്പോൾ അവൾ വലുതാകുമ്പോൾ എന്നെ ചീത്ത പറഞ്ഞാലോ, അമ്മ എന്തിനാ കുപ്പ ഇല്ലാണ്ട് കിടത്തി നീ പറഞ്ഞാലോ? അല്ലേടാ TV നോക്കുന്നുണ്ടാ? നീ TV നോക്കുന്നുണ്ടാ? അടി കിട്ടും TV നോക്കിയാൽ. ഇതെന്നത് പണി? ഇതെന്തെന്ന് പണി? ഇത് കാണിച്ചു കൊടുക്കട്ടെ, ഞാൻ അച്ഛന് കാണിച്ചു കൊടുക്കട്ടെ. ഓ കാലെടുത്തിട്ട് അതിൻ്റെ വെച്ചോ. കാലോളം വായിലുണ്ടായിന്, അതെടുത്തിട്ടാകുമ്പം കരയുന്നു. എന്തെന്നാക്കി കുഞ്ഞിനാ? കാല് കടിക്കണ്ട പറഞ്ഞിനാ? കാല് കടിക്കണ്ട പറഞ്ഞിനാ അച്ഛൻ? അപ്പം അവളെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അവൾക്ക് വേണ്ട തോർത്തും പിന്നെ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ഞാനതൊന്ന് വെക്കട്ടെ. അപ്പം ഞങ്ങളെ കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഉള്ളിൽ ആദ്യം കണ്ണിൻ്റെ അകത്ത് ഫസ്റ്റ് ഇട്ട് കൊടുക്കും കൺമഷി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോഴാണ് പൊട്ടെല്ലാം തൊട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ശരിയാവില്ല, വിടൂല അവൾ. മുടിച്ച് കാണിച്ചെടുത്തേ. മുടിച്ച് അവൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉറങ്ങുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി പാല് കുടിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഉറങ്ങുമല്ലേ വാവേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുറിയെല്ലാം ഇട്ട് കാണിച്ചു തരാം. ഞാനൊരാളെ ഉറക്കി കിടത്തിയിട്ട് പോയതാണ്. വന്നിട്ട് നോക്കുമ്പോൾ കണ്ട. ഹലോ, ഇതെന്താണ്? ഇത് ഉറക്കൊന്നുമില്ലേ? കളിക്കുന്നതാ കിടത്തിയിട്ടാകുമ്പോൾ കളിക്കുന്നതാ നീ? അതെയാ? അടി എനിക്കിനി ചോറുണ്ടാക്കണം. അമ്മ യോഗ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പം ഇവളെ അടക്കടത്തിയിട്ട് ചോറ് വെക്കേണ്ട പരിപാടി നോക്കിയിട്ട്
പിന്നെ അപ്പോഴത്തേക്ക് അമ്മ വരും. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഹലോ, അപ്പം എൻ്റെ കുളി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എണീച്ച സമയത്ത് അവളെ ഇവിടെ കിടക്കും, എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോകാറുള്ളത്. ഇതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പണ്ടില്ല പോലെ അല്ല പഠിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യങ്ങളിലും ചില കാര്യങ്ങൾ പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അച്ഛൻ നടക്കാൻ പോയിട്ടുണ്ട്, അമ്മ യോഗ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ടില്ല. അപ്പം അവൾ ഇവിടെ കിടന്നു. ഞാൻ ഡോറ് തുറന്നിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ സാഹചര്യമല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, കുട്ടിയുടെ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് അന്നാണ് ഒച്ചണ്ടാകുന്നേ? എന്തായേ എന്താ പറയുന്നത്? അപ്പോൾ ഉണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഇടയപ്പന് വേച്ചിയെല്ലാം വന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി. അപ്പോൾ ഇപ്പം ഞാൻ അവൾക്ക് കുറുക്കരം കൊടുത്തു. ബാക്കി പണി കാര്യമെല്ലാം കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങുവോള്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കും. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഒരു 8:30 9 മണിയെല്ലാം ആകുമ്പോഴായിരിക്കും അവൾ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ദിവസം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. ഇതാ പ്രശ്നം, ഡെയിൻമേലേക്ക് തുടങ്ങും, പക്ഷേ ഇടയ്ക്ക് മറന്നു പോകും. രാവിലെ മുതലേ ഈ ഫോൺ പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡെയിൻമേ ലൈഫ്. കാരണം ചില സമയത്ത് മറന്നു പോകും. പിന്നെ നമ്മൾ ആ ഓട്ടമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയിലെല്ലാം തിരക്കിൽ. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടില്ല, ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് മിസ്സായിപ്പോയി. അപ്പോൾ ഇനി രാത്രിയത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവളെ കുളിപ്പിക്കട്ടെ കേട്ടോ. ചേട്ടാ വീഡിയോ എടുക്കുമ്പോൾ ആക്കുന്നില്ല അല്ലേ? വീഡിയോ എടുക്കുമ്പോൾ ആക്കുന്നില്ല. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. പറഞ്ഞേ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞതാ നീ? അതെയാ?